Hello guys, welcome back to my channel finoosvision. മണി പ്ലാന്റിന്റെ ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരെല്ലാം എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവർക്കും മണി പ്ലാന്റിൽ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണിത്. ചെടികൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം മണി പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരാണ്. പൊതുവെ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ നട്ടാൽ അത് നീണ്ടു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എല്ലാവർക്കും ബുഷി മണി പ്ലാന്റ് ആണ് ഇഷ്ടമെങ്കിലും ബുഷി ആവാൻ കുറേ സമയമെടുക്കും. പക്ഷേ എങ്ങനെ 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബുഷി മണി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ചട്ടിയിൽ നട്ട മണി പ്ലാന്റ് ആയിരുന്നു ഇത് നീണ്ടു പോയിരിക്കുകയാണ്. ഈ ഒരു മണി പ്ലാന്റിനെയാണ് നമ്മൾ ബുഷിയാക്കാൻ പോകുന്നത്. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ബുഷിയാക്കി എടുക്കാം. ഇതിനായി ആവശ്യമുള്ളത് കുറച്ച് ഈർക്കിളുകളാണ്. ഈ മണി പ്ലാന്റിൻ്റെ ഓരോ നോഡുകളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ നോഡുകളൊക്കെ നമുക്ക് മണ്ണിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ മണ്ണിലേക്കൊന്ന് കടത്തി വെച്ച് കൊടുക്കാം. ഈർക്കിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത കഷ്ണങ്ങളെ ഒരു വി ഷേപ്പിലാക്കി എടുക്കാം. വി ഷേപ്പിലാക്കി എടുത്ത കഷ്ണങ്ങളെ ഓരോ നോഡിലും കുത്തിക്കൊടുക്കാം. ഈ നോഡുകൾ മണ്ണിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. ഓരോ ലീഫിന്റെ അടുത്തും നമുക്ക് ഇങ്ങനെ കുത്തിക്കൊടുക്കാം. ഇങ്ങനെ കുത്തിക്കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് കൂടി ഇടുന്നുണ്ട്. പെട്ടെന്ന് വേര് പിടിക്കാൻ ഇത് സഹായിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ നോഡുകളെല്ലാം മണ്ണിനടിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണും മണലും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഈർക്കിൾ ഉപയോഗിച്ച് നമുക്ക് ബുഷി മണി പ്ലാന്റ് തയ്യാറാക്കാൻ കഴിയും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഞാൻ 100% ഉറപ്പ് തരുന്നു, ഇത് ബുഷിയാകും. ഇതാണ് നമ്മുടെ ബുഷി മണി പ്ലാന്റ്. മണി പ്ലാന്റിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഫിനോസ്വിഷൻ സൈനിങ് ഔട്ട്.